കോവിഡ് വ്യാപനവും കടൽക്ഷോഭവും മൂലം ദുരിതത്തിന്റെ നടുവിലാണ് മത്സ്യത്തൊഴിലാളികൾ. ഇതിനിടയിലാണ് മഴ ദുരിതത്തിൽ അകപ്പെടുന്നവരെ രക്ഷിക്കാൻ വള്ളങ്ങളുമായി മത്സ്യത്തൊഴിലാളികളുടെ യാത്ര. കൊല്ലത്ത് നിന്നും വി വിനോദ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഈ റിപ്പോർട്ടോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. മത്സ്യത്തൊഴിലാളികൾ ഇന്ന് വാർത്തയിൽ നിറയുന്നത് പ്രളയഭീതിയിൽ നിൽക്കുന്നവരെ രക്ഷിക്കാൻ വള്ളങ്ങളുമായി കുതിച്ചതിന്റെ പേരിലാണ്. പക്ഷേ മത്സ്യത്തൊഴിലാളികളുടെ യഥാർത്ഥ ജീവിതം എന്താണ്? ശക്തമായ കടൽക്ഷോഭത്തിൽ വീടുകൾ പലതും നഷ്ടപ്പെട്ടു. ചെറിയ അഴീക്കലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ദൃശ്യങ്ങളിൽ കാണുന്നത് കടൽക്ഷോഭം തടയുന്നതിന് വേണ്ടി താൽക്കാലികമായ സംവിധാനങ്ങൾ ഒരുക്കുന്ന മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെയാണ്. ഇവിടെ തന്നെ 6ഓളം വീടുകളാണ് ഇന്ന് തകർന്നത്. കുടുംബങ്ങളാണ് ഇവിടെ താമസിച്ചിരുന്നത്. ഇപ്പോൾ ഈ കാണുന്ന വിരലിലെണ്ണാവുന്ന ആൾക്കാരെ ഇവിടെ താമസമുള്ളൂ. ഈ ആലപ്പാട് പഞ്ചായത്തിൽ ഏറ്റവും പൊക്കം കൂടിയ പ്രദേശമായിരുന്നു ഇവിടം. ഇവിടെ ഇങ്ങനെ ആയപ്പോൾ മറ്റുള്ളിടത്തെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കി. കൺമുന്നിൽ തീരം കടലെടുത്തു പോകുന്ന കാഴ്ചയാണ് ആലപ്പാട് പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ളത്. മണലെടുപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഒരു വശത്ത്, കടൽഭിത്തി നിർമ്മാണത്തിലെ അശാസ്ത്രീയതയെക്കുറിച്ചുള്ള പരാതികൾ മറുവശത്ത്. എവിടെയാണ് ശാശ്വത പരിഹാരം? ഈ കാണുന്ന തീരപ്രദേശത്തെ ചീവാളുകൾ ബലപ്പിക്കുക, കടൽഭിത്തി ബലപ്പിക്കുക. അതിനോടൊപ്പം തന്നെ ഓരോ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചിട്ട് ഓരോ പുലിമുട്ട് സംവിധാനങ്ങൾ വരിക എന്നുള്ളതാണ് താൽക്കാലികമായിട്ടുള്ള ശമനം. അതൊരിക്കലും ശാശ്വതമായ പരിഹാരമല്ല. ബ്രിട്ടീഷ് ഭരണകാലത്ത് മയിലാട് കുന്നിൽ ആശുപത്രി നിലനിന്നിരുന്ന പ്രദേശമാണ് ഇവിടം. കാലാന്തരത്തിലുണ്ടായ മാറ്റം ദൃശ്യങ്ങളിൽ വ്യക്തം. ഇതാകട്ടെ ആശുപത്രിയോട് ചേർന്നുണ്ടായിരുന്ന കിണറിൻ്റെ ഭാഗങ്ങളാണ്. ഓരോ പ്രളയകാലത്തും മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ വള്ളങ്ങളുമായി കുതിക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം തീരത്ത് കിതയ്ക്കുകയാണ്. പ്രശംസയല്ല അവർക്ക് ആവശ്യം, ജീവിക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങളാണ്. ഗോപു നീണ്ടകരയ്ക്കൊപ്പം വി വിനോദ്, ന്യൂസ് 18 കൊല്ലം. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്